ഇക്കൊല്ലത്തെ ക്രിസ്മസ് പരീക്ഷ നമ്മുടെ ഓണ പരീക്ഷ പോലെ തന്നെ നമുക്ക് ഒരുപാട് പാഠങ്ങളാണ് നൽകിയത് അല്ലേ. ഓണ പരീക്ഷയുടെ ഫസ്റ്റ് ഡോസ് നമുക്ക് കിട്ടിയതായിരുന്നു. അപ്പോഴും നമ്മളെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഈ ഓണം എക്സാം നമുക്ക് എങ്ങനെയാണോ ടഫായത് അത് നമുക്ക് മാറ്റിയെടുക്കണം, ഈ ക്രിസ്മസ് എക്സാമിന് നല്ല ഒരു മാർക്ക് വാങ്ങിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് നമ്മളിപ്പോ ഓരോ മാരത്തോണുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈവ് ചാറ്റുകളിലാണെങ്കിലും ഒക്കെ ഒരുപാട് സങ്കടമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പല കുട്ടികൾക്കും വളരെ ഈസി ആയിട്ടുള്ള മക്കളുണ്ടായിരുന്നു. എക്സാം നന്നായിട്ട് പഠിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിന് ഭയങ്കര വിഷമായിരുന്നു. അതായത് ചില കുട്ടികൾ അവസാന നിമിഷത്തിലാണ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും തലേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ വന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ടാവും, ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പിറ്റേ ദിവസം നമ്മുടെ എക്സാം ഹാളിൽ പോയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണ് ആൻസർ ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ. ഒരുപാട് കുട്ടികൾ വളരെ സങ്കടപ്പെട്ട് മെസ്സേജ് ചെയ്ത ഒരുപാട് പേരുണ്ട്. മിസ് എന്താ ചെയ്യാന്ന് അറിയുന്നില്ല, ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷേ എക്സാം ഹാളിൽ പോകുമ്പോൾ മറന്നു പോവുകയാണ്, എനിക്ക് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നില്ല, എക്സാം ടഫ് ആവുകയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് വിഷമങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ഒരു കാര്യം എൻ്റെ കുട്ടികൾ, ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തലേ ദിവസങ്ങളിലുള്ള മാരത്തോണുകളും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്നുണ്ടാവും, പക്ഷേ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റില്ല. കാരണം പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ ഒന്നും ചോദിക്കാത്ത രീതിയിലുള്ള ആ കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, പുതുമയേറിയ ചോദ്യങ്ങളാണ്. സോ അത് നമ്മൾ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മക്കളെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. സോ ഇനിയും നമുക്ക് സമയമുണ്ട്. ഇപ്പൊ ക്രിസ്മസ് എക്സാം ആണ്, ഇനി നമ്മുടെ ഫൈനൽ എക്സാം വരെയുള്ള ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മളുടെ ഒരു 80% ടോപ്പിക്കുകൾ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് റിവൈസ് ചെയ്യാനും അതേപോലെ തന്നെ പഠിച്ചെടുക്കാനുമുള്ള സമയമുണ്ട്. സോ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ റിവിഷൻ ബാച്ചുകൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു റിവിഷൻ ബാച്ചുകൾ ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഓരോ ബാച്ചസിലും. സോ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പോഴേ ജോയിൻ ചെയ്തിടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും 1 ഷോട്ട് റെക്കോർഡിങ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, വർക്ക്ഷീറ്റുകൾ ഉണ്ടായിരിക്കും, മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് തരും. ഇത് പഠിച്ചാൽ മാത്രം മതി, ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് എൻ്റെ കുട്ടികൾക്ക് കിട്ടും. സോ നന്നായിട്ട് എൻ്റെ കുട്ടികൾ ആലോചിക്കുക, ആൻഡ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് അഡ്മിഷൻ ഉറപ്പിക്കുക. കാരണം വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ക്രിസ്മസ് എക്സാമും ഓണം എക്സാമും നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് അറിയാം. ഇപ്പൊ ബാച്ചിൽ പഠിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം, മറ്റുള്ളവരെ അറിയിക്കണം. കാരണം നമ്മൾ ബാച്ചിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ എക്സാമിന് വന്നിട്ടുള്ളത്. സോ ബാച്ചിൽ പഠിച്ച കുട്ടികൾക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണ് ഓരോ ബാച്ച് സ്റ്റുഡൻസും, നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്, നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് ഓരോ കുട്ടികളും താഴെ വന്ന് കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കും ഈ ഒരു ഫാമിലിയിലേക്ക് അംഗമായി ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻസ് ഉറപ്പിക്കുക, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റിൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിൽ തന്നെ പഠിച്ച് തുടങ്ങാം. ആൻഡ് ഫൈനൽ എക്സാം നമുക്ക് തകർക്കണം. ഓക്കെ മക്കളെ, താങ്ക് യു.